സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരീക്ഷണത്തിന്റെ മുൻ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അന്തരീക്ഷവായു ഒരു മിശ്രിതമാണ്. അതിൽ പലതരം വാതകങ്ങളും പൊടിപടലങ്ങളും നീരാവിയും അടങ്ങിയിട്ടുണ്ട്. വായുവില്ലാതെ ഭൂമിയിലെ ഒരു ജീവജാലത്തിനും ജീവൻ നിലനിർത്താൻ സാധ്യമല്ല. അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫില്ലർ ഉപയോഗിക്കാതെ മറ്റൊരു രീതിയിലാണ് ഈ പരീക്ഷണം ചെയ്യുന്നത്. പരീക്ഷണത്തിനാവശ്യമായ ഉപകരണം നിർമ്മിക്കാം. 2 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പഴയ പ്ലാസ്റ്റിക് പാത്രം എടുക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വശത്തായി ഒരു ദ്വാരമുണ്ടാക്കണം. അതിൽ ഒരു മേസൻ പൈപ്പ് പശ ഉപയോഗിച്ച് ഉറപ്പിക്കണം. ഇനി 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കൂ. സുതാര്യമായ കുപ്പിയാണെങ്കിൽ ഉൾഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഈ കുപ്പിയുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഓരോ വശത്തായി ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ഇനി കുപ്പിയിൽ മേസൻ പൈപ്പുകൾ ഘടിപ്പിക്കാം. പാത്രത്തിൽ പിടിപ്പിച്ച പൈപ്പിന്റെ മറ്റേ അറ്റം കുപ്പിയുടെ അടിവശത്തുള്ള ദ്വാരത്തിലാണ് പിടിപ്പിക്കേണ്ടത്. കുപ്പിയുടെ അടിഭാഗം വരെ എത്തുന്ന ഒരു മേസൻ പൈപ്പിന്റെ കഷ്ണമാണ് മുകൾ ഭാഗത്തായി കുപ്പിയിൽ ഉറപ്പിക്കേണ്ടത്. കുപ്പിയുടെ മുകൾ ഭാഗത്ത് പിടിപ്പിച്ച പൈപ്പിന്റെ അറ്റം കുപ്പിക്കകത്തേക്ക് അല്പം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ഫെവി ബോണ്ട് പോലുള്ള പശ ഉപയോഗിച്ച് പൈപ്പുകളെ ഉറപ്പിക്കാം. ഈ ഭാഗങ്ങളിൽ അല്പം പോലും ലീക്ക് ഉണ്ടാവരുത്. ഇപ്പോൾ പരീക്ഷണത്തിനാവശ്യമായ ഉപകരണം തയ്യാറായി. ഇനി പരീക്ഷണം ചെയ്തു നോക്കാം. അല്പം വെളുത്ത ചുണ്ണാമ്പ് ഒരു പാത്രത്തിലേക്ക് എടുക്കൂ. അതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് നന്നായി ഇളക്കണം. ഈ പരീക്ഷണത്തിന് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമാണ് വേണ്ടത്. ഈ ചുണ്ണാമ്പ് വെള്ളത്തെ അല്പസമയം തെളിയാനായി വെക്കാം. നന്നായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ തെളി ഊറ്റിയെടുക്കാം. ഇപ്പോൾ പരീക്ഷണത്തിനാവശ്യമായ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ലഭ്യമായി കഴിഞ്ഞു. പരീക്ഷണ ഉപകരണങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനി ക്രമീകരിക്കാം. ഉപകരണത്തിലെ വലിയ പാത്രം അല്പം ഉയർന്ന സ്ഥാനത്താണ് വെക്കേണ്ടത്. പാത്രം ഉയർത്തി വയ്ക്കാനായി ഒരു പ്ലാസ്റ്റിക് ബക്കറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുപ്പിയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന പൈപ്പ് ഗ്ലാസിനകത്തെ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. ഇനി പ്ലാസ്റ്റിക് കുപ്പി അടപ്പുകൊണ്ട് അടയ്ക്കാം. അടപ്പുകൊണ്ട് അടച്ച ഈ കുപ്പിക്കകത്തും അന്തരീക്ഷവായു ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുപ്പിക്കകത്തുള്ള അന്തരീക്ഷവായുവിനെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കൊണ്ടുവരാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഉയർത്തിവെച്ച പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിക്കാം. ഈ വെള്ളം കുഴലിലൂടെ വന്ന് കുപ്പിക്കകത്ത് എത്തുന്നു. അപ്പോൾ കുപ്പിക്കകത്തുള്ള അന്തരീക്ഷവായു
കുഴലിലൂടെ പുറത്തു വരികയും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കുമിളകളായി പുറത്തു പോവുകയും ചെയ്യുന്നു. ഗ്ലാസിൽ കുമിളകൾ ഉയരുന്നത് കാണുന്നില്ലേ? കുപ്പിയിൽ വെള്ളം നിറയുന്നതുവരെ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. കുപ്പിയുടെ മുകൾ ഭാഗത്തുള്ള പൈപ്പിന്റെ അറ്റത്തിനു താഴെ വരെ മാത്രമേ വെള്ളം എത്താൻ അനുവദിക്കാവൂ. ഗ്ലാസ്സിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിന് നിറമാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അന്തരീക്ഷവായു കടത്തിവിട്ടുള്ള മറ്റു പരീക്ഷണങ്ങൾക്കും ഇത്തരം ഒരു ഉപകരണം നിർമ്മിക്കുന്നത് പ്രയോജനകരമായിരിക്കും. കുപ്പിയിൽ വെള്ളം നിറഞ്ഞാൽ അടപ്പ് തുറന്ന് ഈ കുപ്പിയിലെ വെള്ളം പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച ശേഷം കുപ്പിയുടെ അടപ്പ് അടയ്ക്കാൻ മറക്കരുത്. കുപ്പിയിലെ കുഴൽ ഗ്ലാസിനകത്തു തന്നെ വരാൻ ശ്രദ്ധിക്കണം. അന്തരീക്ഷവായു തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ പുറത്തു പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? കുറച്ചു സമയത്തിനു ശേഷം ഗ്ലാസ്സിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ നിറം മാറി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ നിറം വെളുപ്പ് നിറമായി മാറിയിരിക്കുന്നു. പാലിന്റെ നിറം എന്നും പറയാം. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ കഴിവുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പരീക്ഷണത്തിൽ ചില്ലു ഗ്ലാസ്സിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടന്നുപോയ അന്തരീക്ഷവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കി മാറ്റിയത്. ഈ പരീക്ഷണത്തിൽ നിന്നും അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം. പുതിയ ശാസ്ത്ര വീഡിയോകൾ ഉടനെ എത്തുന്നു. നന്ദി.